ഹായ്, ഞാൻ ദാ വീണ്ടും വന്നു. ഇന്ന് ഒരു പപ്പായ തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പപ്പായ വലിക്കാൻ പോയപ്പോൾ 2 പഴുത്തതും കൂടെ കിട്ടി. അപ്പോൾ താഴെ വീണപ്പോൾ പറ്റിയതാണ്. ഞാനത് പിടിക്കാൻ നോക്കി, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ താഴെ വീണപ്പോൾ പറ്റിപ്പോയതാണ്. അപ്പോൾ ഞാൻ ദേ പച്ച പപ്പായയാണെന്ന് വിചാരിച്ച് കട്ട് ചെയ്തപ്പം അതിനൊരു പകുതി മൂപ്പുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ പരുവത്തിലുള്ള പപ്പായ ഉപ്പേരി വയ്ക്കാനാണ് ഇഷ്ടം. ഇതിന് നല്ല ടേസ്റ്റാണ്. ആ ഒരു മധുരം എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു. ഒരു 3/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല. പകുതി പഴുപ്പുള്ളൊരു പപ്പായ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിയുമ്പം പെട്ടെന്ന് അത് വെന്തുടയും. അപ്പോൾ ഇതാ പപ്പായൊക്കെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് കുറച്ച് വെള്ളമല്ലേ ഒഴിച്ചിട്ടുള്ളൂ. അത്യാവശ്യം നന്നായി ഒന്ന് ആവി തട്ടുമ്പോൾ തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇതേ വെന്തു നോക്കിയതാണ് ഞാൻ. വെന്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഇറക്കിയാൽ മതി, ഒരുപാട് വേവിക്കണ്ട. ഞാൻ ആ ചീനിച്ചട്ടി തന്നെയാണ് എണ്ണ ഒഴിച്ചിട്ട് കടുകും ഒരു നുള്ള് ജീരകവും കൂടി ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ചെറിയുള്ളിയും കാന്താരിയും വെളുത്തുള്ളിയും ഇടുന്നുണ്ട്. ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചിട്ടിരിക്കുകയാണ്. വെളുത്തുള്ളിൻ്റെ തൊണ്ട് ഞാൻ കളഞ്ഞിട്ടില്ല, നന്നായി വാഷ് ചെയ്തിട്ട് ചതച്ചിട്ടിരിക്കുക. എനിക്ക് തൊണ്ടോടെ ഇടുന്നതാണ് വെളുത്തുള്ളി ഇഷ്ടം കേട്ടോ. അതിൻ്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ കറിവേപ്പില ഇട്ടു. ചെറിയുള്ളി ഒന്ന് ലൈറ്റായിട്ട് കളർ മാറുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച പപ്പായയും കൂടി ഇട്ട് കഴിഞ്ഞ് ആവശ്യത്തിന് തേങ്ങയും കൂടെ ഇടുമ്പോൾ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടോ. ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെക്കണേ. തേങ്ങയും എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. തേങ്ങ ഒന്ന് ആ ഒരു പച്ച റോ ടേസ്റ്റ് പോയി ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വിറകടുപ്പിലായതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി റെഡി. ഓക്കെ, ഇതിപ്പോൾ ഞാൻ പഴുത്ത പപ്പായ ഉണ്ടല്ലോ, അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചു. പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ബൗളിലാക്കി വെച്ചത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല പഴുത്ത പപ്പായ ആയിരുന്നേ. നിങ്ങൾ കണ്ടതല്ലേ ആ മഞ്ഞ കളർ, അതിൻ്റെ സ്കിന്നൊക്കെ നല്ല ടേസ്റ്റ്, നല്ല മധുരം ഉണ്ടായിരുന്നു. വായിലിട്ട് കഴിയുമ്പോൾ തന്നെ അതങ്ങ് മെൽട്ടായി പോകുന്നൊരു പരുവായിരുന്നേ. നല്ല മധുരം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പായ. ഞാനിതിങ്ങനെ തിന്നാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിർത്തില്ല, ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. ഭയങ്കര ടേസ്റ്റാണ്. ഞാനതാണ് ആദ്യമേ പിള്ളേർക്കൊക്കെ ബൗളിലാക്കി വെച്ചത്. കാരണം ഞാൻ അതും കൂടെ എടുത്ത് കഴിക്കും. അത്രയ്ക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു. ചിലർക്ക് അത്രയും പഴുപ്പ് ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് ഇത്രയും പഴുക്കുന്നതാണ് ഇഷ്ടം. ഞാൻ എൻ്റെ കുട്ടികൾക്കൊക്കെ കൊണ്ട് കൊടുത്തു. ഒന്ന് തൊട്ട വീട്ടിലെ കൊച്ചാണേ, അപ്പോൾ മോളുടെ കൂടെ കളിക്കാൻ വന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ കൊടുത്ത് അവർ കഴിച്ചു. അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് പപ്പായ. ഞാൻ ചോറിൻ്റെ കൂടെ പപ്പായ തോരനൊക്കെ ആക്കി റെഡിയാക്കി വെച്ചു. അപ്പോൾ ഞാൻ കഴിക്കട്ടെ, നിങ്ങളും കഴിക്കൂ.